ഹായ് ഓൾ. നമ്മൾ കൊറിയർ സ്കാം അവയർനെസ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഈ ആഴ്ച നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് പറയാറുണ്ട്, അവർക്കൊരു OTP വന്നു, അല്ലെങ്കിൽ അവർക്കൊരു ഫേക്ക് കോള് വന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് വന്നു, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെന്റ് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോഴാണ് നമുക്ക് തോന്നിയത് അതിനെക്കുറിച്ചൊരു അവയർനെസ് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പം ഇതിൽ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് അങ്ങനെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളോടൊരു OTP ചോദിച്ച് ആരെങ്കിലും ഒരു കാര്യം നമുക്ക് മെസ്സേജ് ചെയ്താലോ നമ്മൾ അവെയർ ആയിരിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കൊറിയർ ഏജൻസി പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലിക്ക് ചെയ്യാനായിട്ട് ഒരു ലിങ്കോ അല്ലെങ്കിൽ ഒരു OTPയോ ഒരിക്കലും സെൻഡ് ചെയ്യില്ല. അപ്പോൾ ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. അപ്പം റിലയബിൾ ആയിട്ടുള്ള ഒരു കൊറിയർ സർവീസ് പോലും നമ്മൾക്ക് ലെസ് റേറ്റിൽ കൊറിയർ സർവീസ് വാഗ്ദാനം ചെയ്തോ അല്ലെങ്കിൽ അയക്കാൻ പാടില്ലാത്ത കൺട്രീസിൽ പല ആ കാര്യങ്ങളും അയക്കാമെന്ന് പറഞ്ഞോ അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഓഫേഴ്സ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ഓഫറിൽ നിങ്ങൾ പെടാതിരിക്കാനും കൂടിയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബി അലേർട്ട്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജസിനും നമ്മൾ റെസ്പോൺസ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ നമ്മുടെ കൊറിയർ വേൾഡിന്റെ കസ്റ്റമർ കെയർ ഡിപ്പാർട്ട്മെന്റിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരിക്കലും അതിന് വേണ്ടിയിട്ട് ഒരു പേയ്മെന്റ് കൊടുക്കുകയോ നിങ്ങൾ ആ OTP സെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത്.